പിന്നെ ഇങ്ങനൊരു കുട്ടി, ഒരു വിദ്യാർത്ഥിയോ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തോ ആയിക്കോട്ടെ, അവരിങ്ങനൊരു എനിക്ക് ഇങ്ങനൊരു ഭയം ഉണ്ടാകുന്നു, പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പേടി വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു പേടി വരുന്നു എന്ന് പറയുന്ന സമയത്ത് പാരൻസ് നിങ്ങൾ ദയവായിട്ട് അത് അവൻ്റെ ആക്ടിങ് ആണ്, അവളുടെ ആക്ടിങ് ആണ്, അവൾ അഭിനയിക്കുന്നതാണ്, സൂത്രക്കാരിയാണ്, സൂത്രക്കാരനാണെന്നൊന്നും പറഞ്ഞ് അതിനെ ട്രിവിയലൈസ് ചെയ്ത് ലളിതവൽക്കരിച്ച് കളയരുത്. ശരിക്കും നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നം പോലെ തന്നെ നമ്മുടെ കൈയൊടിയുന്നതോ കാലൊടിയുന്നതോ ആയിട്ടുള്ള ഒരു പ്രശ്നം പോലെ തന്നെ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിനെ നിങ്ങൾ ലളിതവൽക്കരിച്ചിട്ട്, കാരണം ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച്, അതിൻ്റെ വേദനയെക്കുറിച്ച്, കാരണം ഇതൊരു കൈയൊടിയുന്നതോ കാലൊടിയുന്നതോ പോലെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. പ്രത്യേകിച്ച് ഈ പാനിക് അറ്റാക്ക്, ഭയം എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഇൻവിസിബിൾ ആണ്. ഇത് ഭൂരിഭാഗം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അവരെ ഒരു ജോക്കായിട്ട് അവരെ ആക്ടിങ് ആണെന്ന് നിങ്ങൾ പറയരുത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.